എന്തൊക്കെ കണ്ടത് വേദക്കുട്ടി? Buffalo, ostrich. Okay. Hello. 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 ഇത് സതീഷ്. ഞാൻ സോന. ഞാൻ സാവൻ. വേദക്കുട്ടി ഉറങ്ങിപ്പോയി. ഹലോ, വെൽക്കം ടു ലവ് ആൻഡ് ലൈഫ് ഫ്രം ആഫ്രിക്ക. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ലയൺ ആൻഡ് റൈനോ പാർക്കിലാണ്. സൗത്ത് ആഫ്രിക്കയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു സഫാരി പാർക്കാണ്. നിങ്ങൾ വിചാരിക്കുന്ന കൊറോണ ടൈമിൽ എല്ലാവരും എങ്ങനെയാണ് പോകുന്നതെന്ന്, പക്ഷേ ഇത് നമ്മുടെ സ്വന്തം കാറിൽ നമ്മൾ ഡ്രൈവ് ചെയ്തിട്ട് പോകുന്നതാണ്. സഫാരി പാർക്ക് ഇവിടെ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ അകലെയാണ്. അത് ഏകദേശം ഒരു 1300 ഹെക്ടറിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു പാർക്കാണ്. അവിടെ പ്രധാനമായിട്ടും പിന്നെ റൈനോ, ലയൺ, ചീറ്റ, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ ആനിമൽസിനെയും നമുക്ക് വൈൽഡ് ആനിമൽസിനെയും കാണാൻ പറ്റും. നമ്മൾ ഡ്രൈവ് ത്രൂ ആണ് പോകുന്നത്. അതെന്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൊറോണ ആയത് കാരണം നമുക്ക് അവിടെ പോയിട്ട് ടിക്കറ്റ് എടുത്ത് സാധാരണ ഗൈഡ് വെച്ചിട്ടുള്ള ആ ഓപ്ഷൻ ഇല്ല. ഇപ്പോൾ നമ്മൾ ഓൺലൈനായി ടിക്കറ്റ് എടുക്കും, വണ്ടി എടുത്ത് ഡയറക്റ്റ് പോയി എല്ലാം കണ്ട് നമ്മൾ അതുപോലെ തിരിച്ചു വരും. അപ്പോൾ നമുക്ക് എവിടെ ഇറങ്ങിയോ ആരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുകയോ ഒന്നും വേണ്ട. പിള്ളേർക്കൊരു ടൈം പാസ്, എന്താ പറയുക, നമുക്കൊരു റിഫ്രഷ്മെൻറ്റ്. Sauta, where are we going? Rhino and Lion Park. Okay. Are you exciting? Yes. Okay. വേദക്കുട്ടി, ഒരു പാട്ട് പാടിയേ. അഞ്ചാറ് നിരനിരയായി തുമ്പിക്കൈ വീശിനിൽ പതിന്തു ചന്തം തായമ്പക നാദസ്വരമേളവും. ഓക്കെ, താങ്ക് യു. വെരി ഗുഡ് ഗേൾ. Turn left. അല്ല സൗട്ട, ഒരു പാട്ട് പാടിയ സൗട്ട. പണിപാളി. യെസ്, പാടിയേ. അയ്യോ പണി പാളിലോ, ശരീരം പാടിയുറക്കാൻ ആരുമില്ലല്ലോ. Turn left. പണി പാളിലോ. Thank you. Now it passed. Why is finger so low? വേദക്കുട്ടി ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം നമ്മൾ ഈ കഥ പറയുമ്പോൾ ലയണിൻ്റെ കഥ മിക്കവാറും വളരെ കോമൺ ആണ് നമ്മുടെ വീട്ടിൽ. അപ്പോൾ എല്ലാം വരുമ്പോൾ ലയൺ വരുന്നുണ്ട്, ഇപ്പം കടിക്കും എന്നൊക്കെ പറയുമെങ്കിലും പുള്ളിക്കാരി ഇതുവരെ ഒരു റിയൽ ലയണിനെ കണ്ടിട്ടേ ഇല്ല. പിക്ചറിലെല്ലാം കണ്ടിട്ടുണ്ട്, ടി-വിയിൽ കാർട്ടൂൺ അങ്ങനെയെല്ലാം കണ്ടിട്ടുണ്ടെങ്കിലും അതൊന്നും റിയൽ ആയിട്ട് അവൾക്ക് അറിയില്ല. അതുകൊണ്ട് നമ്മളും അവള് കാണുന്നതിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സാവൻ പിന്നെ കുറേ കണ്ടിട്ടുണ്ട്. നമ്മൾ കുറേ പ്രാവശ്യം ലയൺസ് പാർക്കിൽ പോയിട്ടുണ്ട്. പക്ഷെ ഇന്ന് പോകുന്നത് ആ ലയൺസ് പാർക്കിലല്ല. നമ്മളെ എന്താ പറയുക, പുറത്തുനിന്ന് വരുന്നവർക്ക് സൗത്ത് ആഫ്രിക്ക വൺ ഓഫ് ദ ബെസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് ആണ്. നമുക്ക് ഈ ആനിമൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾക്ക് സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ട്. നമ്മൾ സാധാരണ ഞാൻ ഇതുവരെ ഈ പാർക്കിൽ പോയിട്ടില്ല, ഇത് ആദ്യമായിട്ടാണ് പോകുന്നത്. നേരത്തെ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ വേറൊരു പാർക്കുണ്ട്, അത് ലയൺ ആൻഡ് സഫാരി പാർക്കാണ്. അവിടെ ഞാൻ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. സൗട്ടനും വന്നിട്ടുണ്ട്, നമ്മളവിടെ കപ്സിൻ്റെ കൂടെ എൻജോയ് ചെയ്തിട്ടുണ്ട്. വേദക്കുട്ടി വിശക്കുന്നെന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് ഓറഞ്ച് കൊടുത്തു നോക്കട്ടെ.
നമ്മളിങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം മതിയാ. ചോനമ്മയുടെ ഒരു പാട്ട് പാടാൻ പറയാല്ലേ, വെറുതെ ഇരിക്കട്ടെ. നല്ല ഐഡിയ ആണല്ലോ. ഏത് പാട്ടാ പാടുന്നത്? ഒരു നല്ലൊരു ട്രാവലിന് പറ്റിയ ഒരു പാട്ട് പാടും. ട്രാവലിന് പറ്റുമോ? എന്താ ഉള്ള അങ്ങനെ ഒരു പാട്ട്? Wheels on the bus goes round and round. Once you park here, I'm going to ask only one adult to please vacate their vehicle and head down towards the restaurant where you will then purchase your ticket. We only want one adult as it is following the regulations staying underneath the roof. What ticket basically? The ticket for the Rhino and Line Nature Reserve, sir. No, that one I already. And you bought it already. Not a problem, sir. You will still have to walk to the restaurant and show them the ticket so they can scan it and give you the booklet. This form that I've got here, sir, is your guest screening checklist. You need to fill that in for me for the whole vehicle and then hand it in when you buy when you show them your ticket. Apologies. Alrighty, may I please start with screening your temperature, sir? Thank you very much, sir. 35.6, sir. Please go around the car and scan all the little ones. Alright, so will you put the window down for me, please? Hello, my man. Or lady. Apologies. There we go. I'll come round to your side. Hello there. Can I scan your neck like a vampire? Thank you very much. 35. You guys excited for today? I'm glad. Here's your paper. Fill that out for me, hand it in when you buy your ticket. Thank you very much. Enjoy the rest of your കുട്ടി എന്താ കണ്ടത്? സീബ്രയെ കണ്ടോ? കണ്ടോ എങ്ങനെ സീബ്ര ചെയ്തത്? തല എങ്ങനെ ആക്കി? These zebras are herbivores. They only eat grass. Amma, these are herbivores. The zebra. The zebra. Amma, Kutti. The zebra. Amma, these are herbivores and the lions are the meat eaters. Yes, carnivorous. Herbivorous, carnivorous. Yeah, lions eat meat and zebras and deer eat Grass. grass. So they call herbivores Yeah, and eat meat. Yes. Meat eater. Carnivorous. കണ്ടുവോ?
of the jungle. Yes. സാവു നമ്മൾ എന്താ കാണാൻ പോകുന്ന ഇപ്പോ? Lion. ലയൺ. നമ്മൾ എന്തൊക്കെയാ കണ്ട ഇപ്പോ? Buffalo, ostrich, and Some deers. deer, zebras. ഓക്കേ. നമ്മളിങ്ങനെ ലയൺസിന്റെ ഫീഡിങ് കാണാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ലോങ് ക്യൂ ഇവിടെ കാണുന്നുണ്ട്. ഇവളുടെ എല്ലാം ക്ഷമ ഏകദേശം കുറച്ചെല്ലാം പോയി തുടങ്ങി. നമ്മൾ എത്തുമ്പോഴേക്കും ഇവിടെ ലയൺസിന് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞു. സാധാരണ ഈ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് കുറേ ലയൺസ് വരാറുണ്ട്. ആ സമയത്ത് നല്ലൊരു കാഴ്ചയാണ് എല്ലാവർക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് അവിടെ കാണാൻ വണ്ടികളൊക്കെ ചുറ്റും ഒരു സർക്കിൾ പോലെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് എല്ലാം കാണാൻ പറ്റും. പക്ഷെ ഇന്ന് നമ്മൾ ലേറ്റ് ആയത് കാരണം ആ ലയൺസ് ഒക്കെ കഴിച്ചിട്ട് പോയി. ഇത് അവസാനം 2 ലയൺസ് മാത്രമാണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്.
റൈനോ ആൻഡ് ലയൺ പാർക്ക് ഒരു നാച്ചുറൽ റിസർവ് ആണ്. ഇവിടെ ലോഡ്ജിങ് ഫെസിലിറ്റീസും ഉണ്ട്. നമുക്ക് ടൂറിസ്റ്റുകൾ വരികയാണെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് സെൽഫ് കാറ്ററിംഗ് യൂണിറ്റ്സ് ഇതേ കാണുന്ന അവിടെ താമസിച്ച് സൗകര്യം പോലെ ലയൺസിനെ മറ്റ് മൊത്തം എന്താ പറയുക ഈ നാച്ചുറൽ റിസർവ് മൊത്തം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ്. ഇപ്പോൾ കൊറോണ ആയത് കാരണം ഇതൊന്നും അവൈലബിൾ അല്ല. ഹലോ, നമ്മളങ്ങനെ റൈനോ ആൻഡ് ലയൺ പാർക്കിൽ പോയിട്ട് തിരിച്ചു വരലായി. ഇപ്രാവശ്യം നമ്മൾ പോകുമ്പോൾ തിരക്ക് കാരണം അവിടുത്തെ ലയൺ ഫീഡിങ് മിസ്സായി. അതുകൊണ്ട് നമുക്ക് ലയണിനെ അത്ര ക്ലോസ് ആയിട്ട് കാണാൻ പറ്റിയില്ല. മാത്രമല്ല കണ്ട ലയൺ തന്നെ 1-2 ലയണിനെ മാത്രമേ കണ്ടുള്ളൂ. സാധാരണ ഫീഡിങ്ങിൻ്റെ സമയത്ത് ഒരു 10-12 ലയണെങ്കിലും അടുത്ത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇപ്രാവശ്യം അത് മിസ്സായി. ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ വീണ്ടും കവർ ചെയ്യുന്നതായിരിക്കും. തൽക്കാലം ബൈ ബൈ. പറഞ്ഞ് Bye bye. പറയും Bye bye.